1, 2, 3, 4. ഇന്ന് റിഹേഴ്സലിൻ്റെ വെരി ഫസ്റ്റ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഷോ എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഭയങ്കര ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളും പിക്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എവിടെ നിന്ന് തുടങ്ങാൻ, ആരെ വെച്ച് തുടങ്ങണം, എങ്ങനത്തെ മ്യൂസീഷ്യൻസ് ആയിരിക്കണം എന്നൊക്കെ കുറേ ആലോചിച്ച് അവസാനം ഏറ്റവും ഫിൽട്ടർ ചെയ്ത് ഞാൻ കണ്ടെത്തിയ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ മ്യൂസീഷ്യൻസിനെ കോൺടാക്ട് ചെയ്തു. ഡിഡി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളൊരു പേരായതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടൊരു ഷോ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കേസിൽ മിക്കപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ സെഷൻ മ്യൂസീഷ്യൻസായിട്ട് എൻ്റെ കൂടെ ഫിലിമിലും വായിച്ചിട്ടുള്ളത്. അപ്പം പറഞ്ഞു വരുമ്പം ഫ്രണ്ട്സിനെയും കിട്ടുന്നുണ്ട്, എന്നാൽ സ്റ്റുഡിയോ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ളൊരു ആ ഒരു ജോണറിലുള്ള ആൾക്കാരെയും കിട്ടുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ മിക്കപ്പോഴും ലൈവ് ഷോസിന് പോകുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു കൺട്രോളും ഉണ്ട് ലൈവിൽ അവർ പെർഫോം ചെയ്യുന്നതിൻ്റെ. ദീപുവിനെ ഒരുപാട് കൊല്ലമായിട്ട് അറിയുന്നതാണ്. അങ്ങനെ ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ കുറേ ഫിൽറ്ററിങ് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു ടീമിനെ കണ്ടെത്തി, നല്ലൊരു ബാൻഡ്. ആ ബാൻഡ് സത്യം പറഞ്ഞാൽ പലവരും പല സ്ഥലത്തു നിന്നുള്ള മ്യൂസീഷ്യൻസാണ്. ചിലവർ നോർത്ത് കേരള, ചിലവർ സൗത്ത് കേരള, ചിലവർ ചെന്നൈ, ചിലവർ ഫ്രാൻസ്. മിക്കപ്പോഴും ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് റിലീസായി കഴിഞ്ഞാൽ അത് മറക്കുകയാണ്. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു റീവിസിറ്റഡ് വേർഷൻസ് ചെയ്യുന്ന സമയത്തുള്ളൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും പല പാട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മാറ്റി അതിനെ വീണ്ടും വേറെ രീതിയിൽ കൺസീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം എങ്ങനെ വരും എന്ന് കാണണം.